എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുക. വിവാഹ തടസ്സത്തെ പറ്റി ഞാൻ തന്നെ ഒത്തിരി വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുടെ കാര്യങ്ങൾ നടന്ന് ചിലവരുടെ ഇഷ്ടംപോലെ ഇനി നടക്കാനുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് വിവാഹപരമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നവഗ്രഹ അർച്ചന തന്നെയാണ്. നവഗ്രഹ അർച്ചനയിലൂടെ മാത്രമേ നമുക്ക് വിവാഹപരമായ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗ്രഹനില നോക്കാതെ ഈ സ്വയംവരം, ബാണേശ്വരി ഹോമം, അതേപോലെ തന്നെ ഉമാമഹേശ്വര പൂജയൊക്കെ ചെയ്യുന്നത് വളരെയധികം നമ്മുടെ ഇന്ന് പൈസ പോകുന്ന ഒരു കാര്യമാണ്. ആ ഗ്രഹനിലയിൽ ചിലപ്പം പാപഗ്രഹങ്ങൾ വില്ലനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഉമാമഹേശ്വരി പൂജ, സ്വയംവരം, അതേപോലെ തന്നെ ബാണേശ്വരി ഒന്നും കറക്റ്റ് ആകത്തില്ല. നിങ്ങളുടെ മക്കളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ആ ഗ്രഹനില എനിക്കൊന്ന് അയച്ചിട്ട് അത് പരിശോധിച്ച ശേഷം മാത്രം ശരിയായ രീതിയിലുള്ള വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഈ വഴിപാടുകളൊക്കെ പറഞ്ഞ് കോമൺ ആയിട്ട് ചില വഴിപാടും കാര്യങ്ങളുണ്ട് വിവാഹം നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു പനി വന്നാൽ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു ഗുളികയാണ് പാരാസെറ്റമോൾ ഇല്ലെങ്കിൽ ഡോളോ. ഇത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിലും നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പോൾ പൊതുവേ നമുക്കൊരു ശരീരപരമായിട്ടൊരു ആരോഗ്യമൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ കിട്ടും അല്ലേ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പരിശോധിച്ച ശേഷം മാത്രം ഈ ശരീരത്തിൽ എത്ര ഡോസ് വരെ കഴിക്കുക എന്ന് ഡോക്ടർ ഗുളിക ഇടുമ്പോൾ പൂർണ്ണമായിട്ടും പനി മാറും. അതേപോലെ തന്നെ ഒരു ജ്യോതിഷൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ഗ്രഹനില പരിശോധിച്ച് ഏത് വിവാഹത്തിന് ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ നിലവിലുള്ള വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടത്തുള്ളൂ. എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നൂറിൽ 100 ജ്യോത്സ്യന്മാരുമാണ് വിവാഹ കാര്യങ്ങൾ മുടക്കുന്നത്. കാരണം ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജ്യോത്സ്യന്മാർ പറയും 10ൽ 10 പൊരുത്തൂല, നാളെ ചേരത്തില്ലെന്ന് പറഞ്ഞു വിടും. അങ്ങനെ ഇഷ്ടംപോലെ അമ്മമാർ എന്നോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ജ്യോതിഷന്മാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പരസ്പരം നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു പരസ്പരം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ജ്യോതിശാസ്ത്രം അനുസരിച്ച് ചൊവ്വാദോഷമുണ്ട്, ഇല്ലെങ്കിൽ വരുന്ന ആൾക്ക് ചൊവ്വാദോഷമില്ല, അതിന് പരിഹാരം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രം നമുക്ക് വിവാഹം നടത്താം. ഏത് പരസ്പരം ഇഷ്ടപ്പെട്ട പുരുഷനും സ്ത്രീയുമാണെങ്കിൽ ജാതകദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വര ആരാധനയുടെ വഴിപാട് ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാം. പേടിക്കേണ്ട യാതൊരു കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആ രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വിവാഹം നടത്താം. പരസ്പരം ഇഷ്ടപ്പെട്ടെങ്കിൽ വിവാഹം നടത്താം. അതിൽ ദോഷമുണ്ടെങ്കിൽ നമുക്ക് ആ ദോഷങ്ങൾ പരിഹരിച്ച് വിവാഹം നടക്കുന്ന യാതൊരു തെറ്റുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് കോമൺ ആയിട്ട് വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ 7 വെള്ളിയാഴ്ച ദേവിക്ക് നമ്മുടെ പൊക്കം അനുസരിച്ച്, അതായത് സ്ത്രീയാണോ പുരുഷനാണോ എത്ര അടി പൊക്കം, നമുക്ക് ഏകദേശം ഒരു അളവുണ്ടല്ലോ, ഒരു പൊക്കത്തിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ആ പൊക്കം അനുസരിച്ച്, ഇതിപ്പം മക്കളുമാർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ വരാൻ പറ്റാത്തവരാണെങ്കിൽ അച്ഛനമ്മമാർ ഈ ഒരു വഴിപാട് ചെയ്താൽ മതി. മക്കളുടെ പൊക്കം അനുസരിച്ച് സാമ്പത്തികം ഉള്ളവർ മുല്ലപ്പൂ മാല കൊടുക്കുക. സാമ്പത്തികം തീരെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെത്തിമാല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് മാലകൾ പൊക്കം അനുസരിച്ച് ദുർഗാദേവി ക്ഷേത്രത്തിൽ അച്ഛനമ്മമാർ ചേർന്ന് 9 പ്രദക്ഷിണം വെച്ച് മക്കൾക്ക് വേണ്ടി വിവാഹ തടസ്സം മാറാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇത് സമർപ്പിക്കുക. വിവാഹ തടസ്സം നേരിടുന്നവരാണ് ഇത് ചെയ്തെങ്കിൽ വളരെയധികം ഉത്തമമായിരിക്കും. സ്വന്തമായി പൊക്കം അനുസരിച്ച് മാല കടയിൽ പറഞ്ഞ് ഒരു 7 ഇല്ലെങ്കിൽ 9 നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രദക്ഷിണം വെച്ച് വിവാഹ തടസ്സം മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ഈ ഒരു കാര്യം 9 ആഴ്ചയോ 11 ആഴ്ചയോ 21 ആഴ്ചയോ തുടർന്ന് ചെയ്തു പോവുക. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും തീർച്ചയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ തിരുമേനിയുടെ ഒന്ന് പറയണം, എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി നോക്കിച്ചപ്പോൾ പറഞ്ഞൊരു വഴിപാടാണ്. അതേപോലെ സമർപ്പിച്ച് ഇടണമെന്ന് അവിടെ നിൽക്കുന്ന ശാന്തിക്കാരോട് പ്രത്യേകം പറയണം. ശാന്തി ഇടുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയും കൂടെ ആകുമ്പോഴത്തേക്ക് ഭക്തിയും വിശ്വാസവും എല്ലാം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിലവിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടി വിവാഹം നടക്കുന്നതാണ്. 9 ആഴ്ചയോ അതേപോലെ തന്നെ 7 ആഴ്ചയോ 21 ആഴ്ച ഈ ഒരു കാര്യം ചെയ്യാം. ദുർഗാ സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ ഭദ്രകാളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പൊക്കം അനുസരിച്ച് കാര്യങ്ങൾ, സ്വന്തം മക്കൾമാരൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ അച്ഛനമ്മമാർ ഈ ഒരു കാര്യം ചെയ്താൽ മതി. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച ചെയ്യുന്നതാണ്. സൗകര്യപ്രകാരം ഈ ഒരു കാര്യം ചെയ്യുക, ഭക്തിപൂർവ്വം ചെയ്യുക. നിലവിലെ ജാതകദോഷങ്ങളൊക്കെ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിവാഹ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായിരിക്കും. വീണ്ടും വിവാഹ തടസ്സം നേരിടുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. അത് പരിശോധിച്ച ശേഷം അതിനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ